ബീട്രൂട്ട് പോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തൊലിയും ഇനി നിങ്ങൾ കളയണം കേട്ടോ. വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയും. നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്ത് തിളപ്പിച്ച് കുടിച്ചാലൊക്കെ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് ഒരു ഹെയർ ഡൈയും കാണിച്ചു തരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സ്കിൻ കെയറും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു സ്കിൻ കെയർ കണ്ടാലോ. ആദ്യം ഒരു അര കഷ്ണം നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അധികം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് അത് നല്ലതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബീട്രൂട്ട് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്, അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഉണ്ടാകുന്ന സൺ ടാൺ, അതുപോലെ കരിവാളിപ്പ്, കരിമംഗല്യം, മുഖത്ത് എന്താണ് തിളക്കമില്ലായ്മ, അല്ലെങ്കിൽ കളറ് കുറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ കളറ് കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്നാൽ അങ്ങനെയുള്ള കളറ് കുറഞ്ഞിരിക്കുക, ഒരു ഗ്ലോയിങ് കിട്ടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും. എന്നാൽ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ നമ്മളുടെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ നമ്മളുടെ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അലുവേര ജെല്ലാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്, ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ. രാത്രി കിടക്കുമ്പോൾ ഇത് തേച്ചതിന് ശേഷം കിടക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുകി കളയുക. വളരെ എന്താണ് പറയുക, കിഡിലൻ റിസൾട്ടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, കെമിക്കലൊക്കെ ചേർത്തുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കാതെ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കളയാൻ വെച്ചേക്കുന്ന ബീട്രൂട്ടിൻ്റെ തൊലി കൊണ്ട് ഒരു കിഡിലൻ ഹെയർ ഡൈ ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് ഉണക്കി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ ബീട്രൂട്ടിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ഈ ഒരു തൊലിക്കാണ് കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ബീട്രൂട്ടിൻ്റെ തൊലി ബീട്രൂട്ടിൽ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഡബിൾ ഈ തൊലിയിൽ എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ അതൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അടിച്ച് അതിൻ്റെ ചാറെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാപ്പിപ്പൊടി കേട്ടോ, ഇൻസ്റ്റൻ്റ് അല്ല, കാപ്പിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതവിടെ നല്ലതുപോലെ വെട്ടി തിളക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ. ഈ കാപ്പിപ്പൊടി നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ്. നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ വളരുവാനും തലയോട്ടിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ മാറുവാനും ഈ കാപ്പിപ്പൊടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റ് ഹെയർ ഉണ്ടെങ്കിൽ അത് ബ്രൗണായി മാറ്റുവാനും സാധിക്കും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രൈൻഡറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഈ ഒരു ഗ്രൈൻഡർ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രൈൻഡറാണ്. നമുക്ക് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് പൊടിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു കാപ്പി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പു നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറുവാനും മുടി നല്ല രീതിയിൽ വളരുവാനും സഹായിക്കും കേട്ടോ. ഗ്രാമ്പു വളരെ നല്ലതാണ് നമ്മളുടെ മുടിക്ക്. അടുത്തതായിട്ട് നമ്മൾ ഇത് തിളച്ച് എന്താ പറയുക, ഈ ഒരു കളറാവുന്നവരെ നല്ലതുപോലെ ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിലേക്ക് നമുക്കിനി 2-3 കാര്യങ്ങൾ ചേർക്കണം. അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആയിട്ട് മാറുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് കൊക്കോ പൗഡറാണ് ഇടുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൊക്കോ പൗഡർ നമ്മളുടെ മുടി ബ്രൗൺ കളർ ആകുവാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയർ ആകാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് വേണ്ടത് കോഫി പൗഡറാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കേട്ടോ. മറ്റേത് സാധാ കോഫി പൗഡറാണ് നമ്മൾ ഇട്ടത്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ കളറ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് കേട്ടോ. നമ്മളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം ആദ്യം ഇടുക, പിന്നെ അത് കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. കൊക്കോ പൗഡർ ആകട്ടെ, കോഫി പൗഡർ ആകട്ടെ, കോൺഫ്ലവർ നമ്മളുടെ മുടി നമ്മളിപ്പോൾ സ്പായൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ സിൽക്കി ആയിട്ട് കിടക്കില്ലേ, നല്ല സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത പോലെ
അതുപോലെ കിടക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് തലയിലിടുമ്പോൾ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് നല്ലതുപോലെ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും നമ്മളുടെ കോൺഫ്ലവർ പൊടി. അടുത്തതായിട്ട് നമ്മളുടെ ബീട്രൂട്ട് ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല പോലെ തന്നെ വെള്ളം കുറച്ച് അടിച്ച്, ബീട്രൂട്ട് തൊലിയുടെ ജ്യൂസാണ് കേട്ടോ. അത് വെള്ളം കുറച്ചെടുത്ത് അടിച്ച്, മാക്സിമം നിങ്ങൾ വളരെ കുറച്ച് വെള്ളം ഉപയോഗിക്കാവുള്ളൂ. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നല്ല കട്ടിയിലെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരിയ ഫ്ലെയിമിലിട്ട് മാത്രം, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്, നേരിയ തീയിലിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് വളരെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മുടി വളരുവാനും സഹായിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുടി നരച്ചത് ബ്രൗൺ കളറാവുന്നതാണ്. സാവകാശം നമ്മളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ, എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സാവകാശം നിങ്ങളുടെ മുടി കറുത്ത് വരുന്നതായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അപ്പം തന്നെ കറുത്ത് കിട്ടും. പക്ഷേ യാതൊരു ഇതുമില്ല. പിന്നീട് നിങ്ങളുടെ മുടി കൊഴിയുക, തലയോട്ടിയിൽ താരൻ വരിക, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% പറയാം ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത നമുക്ക് വേണ്ടത് ആപ്പിൾ സൈഡർ വിനീഗർ. ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ. മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സായി വന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ നല്ല നമുക്ക് തലയിൽ തേക്കാൻ പരുവത്തിൽ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതായില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. നമ്മളുടെ മുടിയുടെ വളർച്ചയ്ക്കും, താരൻ, അതുപോലെ തന്നെ മുടിയിലുണ്ടാവുന്ന ഫംഗസുകൾ, തലയോട്ടിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, ഇതൊക്കെ മാറ്റാനായിട്ട് ആപ്പിൾ സൈഡർ വിനെഗർ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ മുടി വളരുവാനും കരുത്തോടുകൂടി ഇരിക്കുവാനും ഒക്കെ സഹായിക്കുന്നതാണ്. സൂപ്പറായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ ആപ്പിൾ സൈഡർ വിനീഗർ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. നിങ്ങൾ എന്താണോ തലയിൽ ഉപയോഗിക്കുന്നത് എണ്ണയായിട്ട്, അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല ഒരു കട്ടയില്ലാതെ തന്നെ നമ്മളിത് കുറുക്കിയെടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമ്മളുടെ ആപ്പിൾ സൈഡർ വിനീഗറും ഓയിലും എല്ലാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ കഴുകിക്കളയുക. 1/2 മണിക്കൂറിൽ കൂടുതൽ ഇരുന്നാൽ യാതൊരു കുഴപ്പമില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾക്ക് എത്രത്തോളം ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം എഫക്റ്റ് കിട്ടും. എന്നിട്ട് നിങ്ങൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്ന, മൈൽഡായിട്ടുള്ള ഷാമ്പു കേട്ടോ, കഴുകിക്കളയാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള, നമുക്കൊരു പാക്ക് പോലെ ആക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഇടാൻ മടിയാണെങ്കിൽ ലൂസായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും കുറുകാനായിട്ട് ഇരിക്കരുത്. അതിന് മുമ്പായിട്ട് എടുത്തതിന് ശേഷം നമ്മളപ്പം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. എനിക്കിങ്ങനെ ഇങ്ങനെ പാക്കായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. മറ്റേതെന്ന് പറയുമ്പം നെറുകയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് എനിക്ക് അത്ര ഇതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കട്ടിയാക്കി എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളതിൻ്റെ ഒരു പരുവത്തിൽ എടുക്കുക കേട്ടോ. ഇത് 100% റിസൾട്ടാണ്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമ്മളുടെ മുടി വളരുവാനും മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിനോടൊപ്പം തന്നെ നരയും മാറ്റുവാനും ഉള്ള 100% റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് ഇത്. ഇപ്പം നരയില്ലാത്തവർക്കാണെങ്കിൽ കൂടി മുടി നല്ല രീതിയിൽ വളരുവാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാറ്റുവാനും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.